മെയ്ദിനെ ആ ചെറിയ സ്പാനർ കിടക്ക് സ്പാനർ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ. ഇനി പുഷ്പയ്ക്ക് എതിരാളികളില്ല. ഒരാളും തൊടില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരാൾ വന്നു. കഥ മൊത്തത്തിൽ മാറി. പ്രത്യേക സാഹചര്യത്തിൽ കൺവിൻസിംഗ് സ്റ്റാറായി മാറുകയായിരുന്നു നമ്മുടെ സുരേഷ് കൃഷ്ണ. ഇപ്പോ ഗെറ്റ് ഔട്ട് സ്റ്റാർ എത്തിയിട്ടുണ്ട്. പി.കെ. രാംദാസ് എന്ന വൻമരം വീണു. പകരം ആര്? അതാണ് ചോദ്യം. കക്ഷി എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. ഈ കക്ഷി ആരാ? അത് ഒരവതാരം. KRP CRP ഒക്കെ ഗേറ്റിന് പുറത്ത് ഇറങ്ങി പോണം മിസ്റ്റർ. ഇവനെ ഒന്നുകളഞ്ഞേ സാർ, എനിക്കിനി അവന് വേണ്ട. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഇനി എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല. എല്ലാം ഇപ്പൊ ഇറങ്ങണം. പോകാൻ പറയണേ അവനോട്. അച്ഛന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടിയരച്ച ചെകുത്താൻ അവൻ. ഇറങ്ങി പോടാ പുറത്ത്. മേലി പഠിക്കാത്ത കാലുകുത്തരുത്. ഞാൻ മാറിത്തരാം. അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് അമ്മ അറിയണ്ട. എന്റെ നിഷേധിതരം കൊണ്ട് വീട്ടിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ഈ രാത്രി തന്നെ പോണോന്നല്ല പറഞ്ഞത്. ഇന്നോ നാളെയോ സൗകര്യം പോലെ പോയാൽ മതി. തെമ്മാടികൾക്ക് താമസിക്കാനുള്ള വീടല്ല ഇത്. എനിക്ക് വേറെ ഉണ്ട് മക്കള്. അവിടെ ഭാഗം നോക്കണം. തെമ്മാടിത്തരം കാണിച്ച് ജീവിക്കാനാണോ അതോ മാനമര്യാദയായിട്ട് ജീവിക്കാനാണോ? എന്താ അതിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാൽ മതി. എന്റെ വീടാ. എന്റെ ചെലപ്പടിക്ക് നിൽക്കുന്നവർ മാത്രം മതി. ഇവിടെ നോക്കി നിൽക്കാൻ ഇറങ്ങി ഇറങ്ങണ പുറത്ത്. അപ്പാ, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്ക് റോയിന്നൊരു മകനില്ല. ഞാനോ എന്റെ ഭാര്യയോ മക്കളോ ആയിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ല. കുറച്ചു നാൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു, അച്ഛന്റെ മനസമാധാനത്തിന്. ഓ, അതേതായാലും നന്നായി. അങ്ങനെയെങ്കിലും എന്റെ പൊന്നുമോൻ അച്ഛനെ കുറിച്ച് നോർത്തല്ലോ. ഏട്ടൻ എങ്ങോട്ടും പോകണ്ട. ഇറങ്ങി പോടാ പുല്ല്. പോകുമ്പോ ഗേറ്റ് അടക്കണം. ഇനി ഒരിക്കലും ആ ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറി വരാൻ പാടില്ല. ഞാനും എന്റെ ഭാര്യ മരിച്ചെന്ന് കേട്ടപ്പോൾ